രാഷ്ട്രീയം പരസ്യമായി പ്രകടമാക്കാത്ത ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഭാഗം ചേരാത്ത മുതുകാടിനെ എന്തുകൊണ്ടാണ് സുഡാപ്പികളും അന്തം കമ്മികളും ടാർഗറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഗോപിനാഥ് മുതുകാടിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും ആൾക്കാർക്ക് കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉള്ളവരുണ്ട്. കുറെ ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞു പുള്ളിക്കാരൻ ചെയ്യുന്നത് കള്ളത്തരമാണ്. പുള്ളിക്കാരൻ ക്യാമറയുടെ മുമ്പിൽ വേറൊരു മുഖവും അല്ലാതെ പോകുമ്പോൾ വേറൊരു മുഖമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇപ്പം ഇതിൽ മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഷാജൻസ്ക്ക് അറിയാം, നമ്മുടെ മറുനാടനിലെ ഷാജൻ ചേട്ടൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ പറയുന്ന മുതുകാടിനെ സപ്പോർട്ട് ചെയ്യുന്നേ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കാര്യം എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ച 2 ആൾക്കാരുണ്ട്. കാര്യം ഷാജൻ ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും കാര്യമില്ലാതെ ഇല്ലല്ലോ. ഇപ്പോൾ പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന പോലെ തന്നെ പുള്ളിക്കാരൻ കള്ളത്തരങ്ങളിൽ ചെയ്യില്ല എന്നൊക്കെയാണ് ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയണത്. അപ്പൊ ഈ മുതുകാടിന്റെ കേസിൽ പുള്ളി സപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് എന്തോ കാര്യമുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ കൈസിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൈസിന്റെ വീഡിയോക്കകത്താണ് സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ ഞാൻ കാണാനായിട്ട് ഇടയായത്. അപ്പൊ അതിൽ പുള്ളി കുറച്ച് റീസൺസ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെയും പുള്ളിക്കാരന്റെ ഈ പറയുന്ന മുതുകാടിനെ പറ്റിയിട്ടും കുറെ വെളുപ്പിക്കൽ സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. രാഷ്ട്രീയം പരസ്യമായി പ്രകടമാക്കാത്ത ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഭാഗം ചേരാത്ത മുതുകാടിനെ എന്തുകൊണ്ടാണ് സുഡാപ്പികളും അന്തം കമ്മികളും ടാർഗറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. എന്ത് പ്രസക്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിപ്പോ വന്ന് എങ്ങോട്ടേക്കാണ് ഷാജൻസ്കർ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എനിക്ക് താങ്കൾ മനസ്സിലാകുന്നില്ല. അന്തം കമ്മികളും സുഡാപ്പികളും നടത്തുന്ന ക്യാമ്പയിനാണ് പോലും ഇതെന്നുള്ളത്. എന്താ ഞാനിതിനൊക്കെ പറയാം. ആരാണ് ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത്? ഇപ്പൊ ഗോപിനാഥിനെതിരെ ഒരുപാട് പാരന്റ്സ് രംഗത്ത് വന്നു അല്ലെ. അവരാരും ഗോപിനാഥ് മുതുകാടിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചോ ഈ വിഷയം രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടൊന്നും സംസാരിച്ചിട്ടില്ല. അവർക്ക് അവരുടെ ആ കുട്ടിക്ക് ആ സ്ഥാപനത്തിൽ പഠിച്ചപ്പോഴുള്ള അനുഭവങ്ങൾ മാത്രമാണ് പങ്കുവെക്കുന്നത്. എവിടെയും നമുക്ക് അവരെ രാഷ്ട്രീയം പറയുന്നതായിട്ട് കാണാൻ പറ്റില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാതെ അതിനെ മറ്റൊരു തരത്തിൽ വളച്ചൊടിച്ച് എന്തോന്നുള്ള ഇതൊക്കെ പലപ്പോഴും ഷാജൻസ്കറിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണിത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നെന്ന് തോന്നിക്കഴിഞ്ഞാണെങ്കിൽ, കാര്യങ്ങൾ തനിക്കെതിരെ മാറുന്നെന്ന് തോന്നിക്കഴിഞ്ഞാണെങ്കിൽ അപ്പിറക്കും എന്ത് രാഷ്ട്രീയക്കാട് കമ്മികളും സുഡാപ്പികളും ആക്രമിക്കാൻ വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പലപ്പോഴും ആ സ്ട്രാറ്റജി വിജയിക്കാറുണ്ട് എന്നുള്ളതാണ്. കാരണം വ്യക്തമാണ്. പുള്ളിക്കാരന്റെ വീഡിയോസ് കാണുന്നവരിൽ അധികവും സംഘി ചായ്വുള്ളവരും വ്യക്തമായ കമ്മ്യൂണിസ്റ്റ് വിരോധികളുമാണ്. ഭയങ്കര രാഷ്ട്രീയ ഇമോഷൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവരോട് എന്ത് കാര്യത്തിലും ഇത് സുഡാപ്പിന്റെ ക്യാമ്പയിനാണ്, കമ്മികളുടെ ക്യാമ്പയിനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവരത് കണ്ണും പൂട്ടി വിശ്വസിച്ചോളും, അതിന് നിജസ്ഥിതി പോലും അന്വേഷിക്കാതെ. ഇതിൽ കയസ് പറയുന്ന മെയിനായിട്ടൊരു കാര്യമുണ്ട്. കാര്യം ആ കുട്ടികളുടെ അമ്മമാരാണ് വന്ന് പറഞ്ഞത്. അമ്മയും അച്ഛനും ഒക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഒരിക്കലും അത് കള്ളത്തരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, സുഡാപ്പികൾ, അത് അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടികളുടെ സ്വന്തം അച്ഛനും അമ്മയും വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അത് ഒരിക്കലും നമുക്ക് ഇല്ല എന്ന് തോന്നുന്നില്ല. പിന്നെ അത് മാത്രമല്ല, അവർക്ക് ഇത് ഇങ്ങനെ വന്നിട്ട് ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറയേണ്ട ആവശ്യം തീർച്ചയായിട്ടും വരുന്നില്ല. അപ്പൊ അത് എന്തുകൊണ്ടത് മനസ്സിലാക്കുന്ന അറിയത്തില്ല. ഈ ഒരു കേസിൽ ശരിക്കും പറഞ്ഞാൽ ഷാജൻസ്കറി പറയണത് വെറും വിഡിത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. കാര്യം പുള്ളിക്കാരൻ ഓൾറെഡി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പം സത്യം അറിഞ്ഞിട്ട് ഇനി തിരുത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ പുള്ളി കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കുവാണോ എന്ന് അറിയത്തില്ല. ഇപ്പം കൈസ് പറഞ്ഞതുപോലെ അത്യാവശ്യം ബോധവും വിവരമുള്ള ആൾക്കാർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞ് കാര്യം ഇത് കാണിക്കുന്ന മൊത്തം ഉടായ്പ പരിപാടികളാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. കാര്യം ഷിഹാബിന്റെ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ അവിടെ സംഭവിച്ച അനുഭവങ്ങൾ ഷെയർ ചെയ്തപ്പോൾ മനസ്സിലായി. കാര്യം ഷിഹാബിനെ സംബന്ധിച്ച് എന്താണ് ഇന്റൻഷൻ, ഷിഹാബിന് വേറൊരു ഇന്റൻഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഷിഹാബ് അവിടെ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം പുള്ളിക്കാരൻ നല്ല വ്യക്തമായിട്ട് ഈ കേസ് എല്ലാം പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഏകദേശം കുറച്ച് ആൾക്കാർക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ബാക്കിയോടെ കേട്ടു നോക്കാം. അത് കൃത്യമായി ഷാജൻസ്കർ അറിയാം പല വിഷയങ്ങളിലും മുതലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് പറയാതെ വയ്യ. ഇവിടെയും ആ മുതലെടുപ്പ് തന്നെയാണ് നടത്തുന്നത് എന്നുള്ളതാണ്. ചുമ്മാ അനാവശ്യമായി ആരും രാഷ്ട്രീയം പറയാത്ത ഈ വിഷയത്തിൽ രാഷ്ട്രീയം കുത്തി കയറ്റുക എന്നുള്ളത്. വ്യക്തിപരമായി എനിക്ക് വളരെ അടുപ്പമുള്ള നിഷ്പക്ഷമായി ചിന്തിക്കുന്ന നിരവധി പേർ, കൊച്ചിയിലെ PK ഷിബിയും ദുബായിലെ എന്റെ സുഹൃത്ത് മെർലിനും അടക്കം നിരവധി പേർ ഷാജന് ധൃതി കൂടി പോയോ, ആലോചിച്ചിട്ടാണോ ഇങ്ങനെയൊരു നിലപാടെടുത്ത് മുതുകാടിനെ പിന്തുണച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് 100 വട്ടം ചിന്തിച്ചിട്ട് 100 വട്ടം അന്വേഷിച്ചിട്ട് തന്നെ എടുത്തു എന്നതാണ്. അത് മനസ്സിലായിട്ടുണ്ട്. 100 വട്ടം ആരോടാണ് ചിന്തിച്ചത്, 100 വട്ടം എവിടെയാണ് അന്വേഷിച്ചിട്ട് ഈ തീരുമാനം എടുത്തത് എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് കാര്യം ഇങ്ങനെ പറയണ പൈസ കേസായിരിക്കും ഉദ്ദേശിക്കണത്. ഓക്കെ, എനിവേ ഞാനൊരു കാര്യം പറയാം. പുള്ളിക്കാരൻ തന്നെ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ എല്ലാവരും എന്നോട് ചോദിച്ചിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത കാര്യം ഇതിനെ പറ്റിയിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയാതെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും എന്താണ് വെളുപ്പിക്കലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യണത്. എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ തോന്നില്ല. കാര്യം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഒരു മനുഷ്യൻ മാത്രം ഇങ്ങനെ വെളുപ്പിക്കുന്നു, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു? കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പുള്ളിക്കാരൻ ഈ പറയുന്ന പേരൻസും ആ കുട്ടികളുടെ അവസ്ഥയും പിന്നെ ഈ പറയുന്ന ഷിഹാബിന്റെ ഇതൊന്നും കണ്ടിട്ട് ഷാജൻസ്കറിയയ്ക്ക് ഒന്നും തോന്നുന്നില്ലേ എന്ന് എനിക്കറിയത്തില്ല. അതും ഇനി ഇതൊന്നും കണ്ടിട്ടില്ലേ എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല.
പുള്ളി പിന്നെ എന്താണ് ഇത്രയും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്? അപ്പൊ ഈ പറയുന്ന ആൾക്കാരെല്ലാം കള്ളന്മാരാണെന്നാണോ ഈ പുള്ളിക്കാരന്റെ ചിന്ത? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു കാര്യത്തിനകത്ത് ഈ പുള്ളി എന്താണ് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പെരുമാറുന്നതെന്ന് ഈ ഒരു കേസിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇപ്പറഞ്ഞത് കോമഡി ആയിക്കണ് കേട്ടോ. ഏത് പിണറായിന്റെ ക്യാമ്പയിനാണ് ഈ ഗോപിനാഥ് മുതുകാടിനെതിരെ നടക്കണമെന്നുള്ളത്. നമുക്കറിയാം ഗോപിനാഥ് മുതുകാട് സ്ഥാപനം തുടങ്ങിയ കാലം തൊട്ട് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? പിണറായി സർക്കാരാണ്. ദിനം പ്രതി ഓരോ വർഷവും കോടികളാണ് ഈ സ്ഥാപനത്തിലേക്ക് സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തിന്? ഇപ്പോഴുള്ള മുതുകാടിന്റെ ഡിഫറെന്റ് ആർട്ട് സെന്റർ പോലും ഗവൺമെന്റുമായി സംയുക്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ? എന്നിട്ടാണ് പറയുന്നത് ഇത് പിണറായി സർക്കാരിന്റെ ക്യാമ്പയിനാന്നുള്ളത്. എന്താ ഞാനിതിനൊക്കെ പറയാം? എന്താ സാധ്യം ചേട്ടത് പറയുന്നതിന് ഒരു ലോജിക്ക് വേണ്ട. പല രീതിയിലുള്ള വെളുപ്പിക്കൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഉയർത്തി കൊണ്ടുവന്നവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള വെളുപ്പിക്കൽ ആദ്യമായിട്ട് കാണും. വാരി വലിച്ചു പറയാതെ സ്പെസിഫിക് ആയി പറയൂ മുതുകാടിന്റെ കുഴപ്പം എന്താണെന്ന്. ആദ്യം അവർ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ മുതുകാട് കണക്കുകൾ സഹിതം രംഗത്ത് വന്നതോടെ അവരൊക്കെ പിന്മാറി. ഇതാരാണ് ശരിക്കും ഈ സാമ്പത്തിക സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന കാര്യം? എനിക്കറിയത്തില്ല. എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ആരും പൈസയുടെ കണക്കോ കാര്യങ്ങളോ ഒന്നും പറയണത് ഞാൻ കേട്ടില്ല. കാര്യം ഇങ്ങേരുടെ സ്വഭാവം എന്താണെന്നുള്ള കാര്യം അവർ പരസ്യമായിട്ട് പറയുന്നു. ഇങ്ങനെ എങ്ങനെയാണ് ക്യാമറ മാറി കഴിഞ്ഞാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇയാളുടെ സംസാര രീതി എങ്ങനെയാണ്, അങ്ങനെ പറയുന്ന പ്രവർത്തികൾ. എനിക്ക് ഇങ്ങനെ ഒരു മക്കളില്ല, എൻ്റെ മക്കൾ നോർമൽ ആണെന്ന് പറയുന്ന രീതി, പിന്നെ ഇങ്ങനെ കാണിക്കുന്ന പരിപാടികൾ മൊത്തവും. അല്ലാതെ ആരും പൈസയുടെ കേസ് ഒന്നും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാര്യം അത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ ഇതുവരെയും കണ്ടില്ല. ആരാണ് ഈ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് സംസാരിച്ച് രംഗത്ത് വന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ രംഗത്ത് വന്ന ഒരു മാതാവിനെങ്കിലും താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റും? ആരും കാണാൻ പറ്റില്ല. ഈ പറഞ്ഞ മുതുകാടിനെതിരെ വന്ന ഓരോ പാരന്റും അവരുടെ മക്കൾക്ക് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പഠിച്ചപ്പോഴുണ്ട അനുഭവത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ആരും സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് സംസാരിച്ച് രംഗത്ത് വന്നിട്ടില്ല. അവർക്ക് അതിനെതിരെ വരേണ്ട ആവശ്യം ഇത് തന്നെയാണ്. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കൈസ് പറഞ്ഞത്. കാര്യം ഈ ഒരു കാര്യത്തിൽ എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പം ആരും പൈസയുടെ കേസോ കാര്യങ്ങളോ പറഞ്ഞിട്ട് ഞാൻ വരുന്നത് കണ്ടിട്ടില്ല. കാര്യം ഇയാളുടെ റിയൽ ഫേസ് ആണ് പബ്ലിക്കിന്റെ മുമ്പിൽ കാണിക്കുന്നത്. അതിൽ കുറെ ആൾക്കാർക്ക് അത് മനസ്സിലാക്കിയിട്ടുണ്ട്, കുറെ ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലാവാത്തതുകൊണ്ട്. ഇപ്പം എന്തായി കഴിഞ്ഞാലും കുറെ ആൾക്കാർ പറയും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് പേഴ്സണലി ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തി കൊള്ളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്നായിരിക്കാം മേ ബി കുറെ ആൾക്കാർ മേ ബി പറയുന്നത്. കാര്യം ഇവർക്ക് ആർക്കും സ്റ്റിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം പുള്ളിക്കാരന്റെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും തോന്നത്തില്ല ഇതെന്തോ സംഭവം, പുള്ളി ഭയങ്കര സംഭവമായിട്ടൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഈ 2 ദിവസത്തിന് മുമ്പ് CP ഷിഹാബിന്റെ ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും. അതിൽ പുള്ളിക്കാരന്റെ കുറെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന്റെ കയ്യിൽ ഒരുപാട് തെളിവും കാര്യങ്ങളും എല്ലാം ഈ വ്യക്തിക്കെതിരെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഷിഹാബിന്റെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്കകത്ത് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ അനുഭവങ്ങൾ 2018 ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തതിൻ്റെ ഒരു ചെറിയ ഭാഗമാണത്. കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഷോ ചെയ്യുന്ന ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ ഷോ കൊടുക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല എന്നൊരു പരാതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മുതുകാട് സാർ എന്നോട് പറഞ്ഞത് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഷിഹാബ് ഇടപെടേണ്ട ആവശ്യമില്ല, ഞാൻ ആ കുട്ടികളെ കൊണ്ടുവന്നത് ഷിഹാബിൻ്റെ ജോലി ചെയ്താമെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഈ ഒരു വീഡിയോ ആവശ്യമെങ്കിൽ പിന്നീട് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും ആരോപണമായിട്ടോ എനിക്ക് അനുഭവിച്ച കാര്യങ്ങളായിട്ടോ പോലും എടുക്കാൻ തയ്യാറാവുകയോ അതിന് മറുപടി നൽകാൻ തയ്യാറാവുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല. പുള്ളിക്കാരൻ അത് നേരത്തെ പണ്ട് ഷൂട്ട് ചെയ്തൊരു സാധനമാണ്. പുള്ളിയുടെ അതിന്റെ ഫുൾ വീഡിയോ പുള്ളിയുടെ കയ്യിരിപ്പുണ്ട്. എന്തായാലും ഇത് അന്ന് ഷൂട്ട് ചെയ്ത് വെച്ചത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂസ് വന്നപ്പം ഇതെടുത്ത് കാണിക്കാനൊക്കെ ഒരു പ്രൂഫ് ഉണ്ടല്ലോ, ഡിജിറ്റൽ എവിഡൻ്റ് ആണ്. കാര്യം കോടതിയിൽ ചെന്നാലും ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും സെക്കൻഡറി ആണ്, അത് പ്രൈമറി അല്ല. എന്നാൽ പോലും ഇപ്പം പുള്ളിക്കാരൻ്റെ കയ്യിൽ തെളിയിക്കാനായിട്ടുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ഈ ഒരു പ്രസ് കോൺഫറൻസിന് ശേഷം ഈ പറയുന്ന മുതുകാടിന്റെ എന്താണ് ഇതിനകത്തുള്ള റെസ്പോൺസ് എന്ന് സംസാരിക്കുമ്പം പുള്ളി ഒരു ചെറിയൊരു പത്ര കട്ടിങ് പോലെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ മുതുകാട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴാണോ ഇതും പിടിച്ചുകൊണ്ട് വരുന്നത്? കാര്യം ഓൾറെഡി ഷിഹാബ് അവിടെ ജോലി ചെയ്ത വ്യക്തിയായിരുന്നു. ഇതെല്ലാം കൂടെ ഗൂഢാലോചന ചെയ്ത് മനഃപൂർവ്വം ആ ഒരു സ്ഥാപനം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടൊക്കെ ഒരു രീതിയിലാണ് മുതുകാട് ഇതിനകത്തോട്ട് പ്രതികരിച്ചേ എന്നാണ് പറയണത്. ഇതെന്തോ പത്ര കട്ടിങ്സ് ആണ്, അല്ലാതെ പുള്ളി ഡയറക്റ്റായിട്ട് വന്ന് എങ്ങും പറയുന്നത് ഞാൻ എന്തായാലും കേട്ടില്ല. അപ്പം ഷിഹാബ് അതിന്റെ കൂടെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. മാധ്യമത്തിന് അദ്ദേഹം കൊടുത്ത മറുപടിയിൽ പറയുന്നത് ഇതിനെതിരെ നടപടി എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലാണ് മാധ്യമം എന്ന ഈ ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞ അനുഭവങ്ങളൊന്നും കള്ളമല്ല എന്ന് തെളിയിക്കാൻ ഒരു മാർഗവും അദ്ദേഹത്തിന് അടുത്തില്ല എന്ന് തന്നെയാണ്. എന്നെ തന്നെ ഇല്ലാതാക്കാനോ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാനോ എൻ്റെ കുടുംബത്തെ തന്നെ മോശമായി ചിത്രീകരിക്കാനോ അദ്ദേഹം ശ്രമിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇത് വ്യക്തിപരമായിട്ട് നിങ്ങളുള്ള ആക്ഷേപങ്ങളല്ല ഞാൻ നടത്തിയത്.
ഈ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എംപവർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്ന സമയത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവർക്ക് വേണ്ട സംരക്ഷണം ശരിയായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നെ ഇനിയും താങ്കൾ വേദനിപ്പിക്കാൻ നിന്നാൽ ഒരു മാനസിക പരിഗണനയും ഇല്ലാതെ താങ്കളെയും അതേ മാർഗത്തിലൂടെ സമൂഹത്തിന് മുമ്പിൽ കൂടുതൽ ഭംഗിയായി തുറന്നു കാണിക്കാൻ ഞാൻ നിർബന്ധിതനാവും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് വേണ്ടത് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സംരക്ഷണമാണ്, ഉന്നമനമാണ്, അവരുടെ സമാധാനമുള്ള ജീവിതമാണ്. അവിടെയുള്ള രക്ഷിതാക്കളടക്കം പരാതി പറയുന്നു, അത് എൻ്റെ രക്ഷിതാക്കളല്ല, അത് ഞാനുമായി ബന്ധമുള്ള വ്യക്തികളല്ല, അത് അവർ പരാതി പറഞ്ഞിട്ടും താങ്കൾ അതിന് ചെവി കൊള്ളാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിലൂടെ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് തുറന്ന് പറയേണ്ടി വന്നത്. ഓക്കെ, പുള്ളിക്കാരൻ്റെ ആ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.